ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. ഒന്നല്ല, 2 പേര്. യെസ്, ഞങ്ങൾ 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ്. സോ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ, നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഉണ്ട്. സോ ഹോം ടൂറിലേക്ക് പോയാലോ? കം ഓൺ. അശ്വതി എവിടെ? ഇവിടെ ഇല്ലേ? നന്നായി. One eternity later. ഹലോ, വെയിറ്റ് ചെയ്യരുത്. 10-12 വർഷം ശേഷം. കുറേ പേർക്ക് ഡൗട്ട് ഉള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് സയന്റിസ്റ്റ് ആകുക എന്നുള്ളത്. അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയ ഒരാൾ പറയുന്നതല്ലേ. യെസ്, എൻ്റെ കൂടെ ഉള്ളത് ഒരു 12 വർഷം അല്ലേ, 12 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഗ്രാജുവേറ്റ്സ് ആയിരുന്ന സമയത്ത്, അതായത് വെള്ളായണി കാർഷിക കോളേജിൽ UGക്ക് ജോയിൻ ചെയ്തപ്പോൾ എന്നോടൊപ്പം പഠിച്ച, എന്നാൽ ഇന്ന് അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആയിട്ട് മാറിയ ഡോക്ടർ അശ്വതി ചന്ദ്രകുമാറാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. യെസ്, അപ്പോൾ ഞാൻ അശ്വതിയുടെ അടുത്ത് തന്നെ ചോദിച്ചു പറഞ്ഞു, ഇത്രയും ഫോർമൽ ഇതിന് വേണ്ടല്ലേ? യെസ്, ഒരാവശ്യമില്ല. അപ്പോൾ അശ്വതി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പലർക്കും ഡൗട്ടായിരിക്കും എങ്ങനെയാണ് അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആവുന്നത്. ആ പാത്ത് വേ എന്ന് പറഞ്ഞു കൊടുക്കുക, കറക്റ്റ് റൂട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. ശരിക്കും UG പഠിക്കുന്ന സമയത്ത് എനിക്കും അത്ര ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു MSc ചെയ്യണം, അതിൽ ഞാൻ ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോബ് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ PG ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ബാംഗ്ലൂർ ആയിരുന്നല്ലോ. അപ്പോഴാണ് അവിടുന്ന് അഗ്രികൾച്ചർ റിസർച്ച് സയൻറ്റിസ്റ്റ് അങ്ങനെ ഒരു നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം ഞാൻ എക്സ്റ്റൻഷനിലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പം അവിടുന്ന് തന്നെ നമുക്കൊരു ഓറിയൻറ്റേഷൻ കിട്ടി. ഇങ്ങനെ SRF എന്നൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഉള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ IRA അല്ലെങ്കിൽ NDRA പോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ആ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സയന്റിസ്റ്റ് ആവാം സാധ്യത കൂടുതലാണെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചു, PhD ചെയ്തു. പക്ഷെ ARS സയന്റിസ്റ്റ് ആവാൻ PhD ഒരിക്കലും ഒരു മാൻഡേറ്റ് അല്ല, നമുക്ക് MSc ക്വാളിഫിക്കേഷൻ വെച്ച് തന്നെ ചെയ്യാം. ഇടയ്ക്കൊരു ചേഞ്ച് വന്നിട്ട് വീണ്ടും പഴയതുപോലെ ആയതാണ് അല്ലേ? ഇടയ്ക്ക് PhD ഒരു വർഷം കണ്ട വീണ്ടും പഴയതുപോലെ ഇപ്പൊ നമുക്ക് MSc മതി. അത് കഴിഞ്ഞ് ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ അഗ്രികൾച്ചർ റിസർച്ച് സയന്റിസ്റ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂഡൽഹിയിൽ തന്നെയുണ്ട്. നമ്മുടെ ICR പോലെ തന്നെ അവരാണ് ശരിക്കും സയന്റിസ്റ്റിന്റെ ഇന്റർവ്യൂസും അതേപോലെ തന്നെ എക്സാമും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം IAS എക്സാം പോലെ തന്നെ ഒരു 3 ടയർ ഒരു ഇതാണുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്കൊരു പ്രിലിംസ് ഉണ്ടാവും, പിന്നെ ഒരു മെയിൻസ്, പിന്നെ നമുക്കൊരു ഇന്റർവ്യൂ. അപ്പൊ അതിലാണ് നമ്മൾ ശരിക്കും സെലക്റ്റഡ് ആവുന്നത്. ഒരു നാഷണൽ ലെവൽ ഒരു റിക്രൂട്ട്മെന്റ് തന്നെയാണ് അഗ്രികൾച്ചർ റിസർച്ച് സയന്റിസ്റ്റ് ആവാൻ അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് ARS സ്വപ്നം കണ്ടു തുടങ്ങുന്നത്, നമ്മൾ ഈ ARS എന്ന് പറയുമ്പോൾ തന്നെ കമ്പയർ ചെയ്യുന്നത് IAS വെച്ചിട്ടാണ്. ഒരു IAS സർവീസ് എങ്ങനെയാണോ അതേപോലെയാണ് അഗ്രികൾച്ചറിലെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ് ARS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ARS എക്സാമിനേഷൻ ആദ്യം പ്രിലിംസ്, പിന്നെ മെയിൻസ്, പിന്നെ ഇന്റർവ്യൂ, ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടല്ലേ വരുന്നത്. അതായത് നമ്മുടെ എങ്ങനെയാണോ IAS എക്സാം നടക്കുന്നത് സെയിം പാറ്റേൺ, അതേ പാറ്റേണിൽ തന്നെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും IAS കാർക്ക് അവരുടെ സർവീസ് കയറി കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ്, ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ട്രെയിനിങ് ഇവിടെ ഉണ്ടാവൂലേ? അതെ, അതേപോലെ തന്നെ ട്രെയിനിങ് നമുക്കുണ്ട്. അതിന് നമ്മൾ ശരിക്കും നാം എന്ന് പറഞ്ഞിട്ട് നാഷണൽ അക്കാഡമി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഹൈദരാബാദിലാണ് നമുക്കൊരു 3 months ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോസ്റ്റിംഗ് ആവും. അവിടെ ഒരു 1 month ഓറിയന്റേഷൻ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഔട്ട്സൈഡ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വീണ്ടും ഒരു 3 months. സോ ചുരുക്കം പറഞ്ഞാൽ ഒരു റഫ്ലി ഒരു 1 year തന്നെ നമുക്ക് ട്രെയിനിങ് ആയിട്ട് പോവല്ലേ, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി. നമ്മളെ കുട്ടികൾക്ക് തോന്നാൻ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോൾ തോന്നാൻ സാധ്യത ഡൗട്ടാണ്, എന്താണ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ രണ്ടൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി എന്താണ് ഈ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ? ഞാൻ പറയുന്ന കാലം നല്ലത് അശ്വതി എന്ന് പറയണിരിക്കും. ആക്ച്വലി അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ 1950s ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ പ്രൊഡക്ഷനും കാര്യങ്ങളും കൂട്ടണം. അപ്പൊ നമുക്കൊരു ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റം പോലെയുള്ള ഒരു ബ്രോഡ് ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നത്. അതായത് നമ്മൾ ഫീൽഡിലേക്ക് പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനു വേണ്ടി ഒരു മാനേജ്മെന്റ് ഒരു ഫോക്കസ് ഒക്കെ കൊടുത്തിട്ട് ഒരു എക്സ്റ്റൻഷൻ പ്രൊഫഷണൽസ് അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അന്നത്തെ കാലത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജീസ് ഫാമേഴ്സിലേക്ക് എത്തിക്കുക, അത് മാത്രമായിരുന്നു.
പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പം അതിനേക്കാൾ കൂടുതലാണ് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ്. കാരണം ഒരുപാട് നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഒരു ചാലഞ്ചാണ്. പിന്നെ നമ്മൾക്കിപ്പം പണ്ടത്തെ പോലെ കുറെ ഭൂമിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം എങ്ങനെ ഒരു ഫാമറിനെ ഒരു എന്റർപ്രണർ ആക്കാം, ഇപ്പൊ കൂടുതൽ ഒരു ഫെസിലിറ്റേറ്റർ റോൾ എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ടെക്നോളജീസ് ഫാമേഴ്സിലേക്ക് എത്തിക്കുക. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ AI ഒക്കെ ഇപ്പൊ അപ്ലൈ ചെയ്ത് എക്സ്റ്റൻഷൻ അങ്ങ് വലിയ ആളായി പോയി. എക്സ്റ്റൻഷൻ മാത്രല്ല എല്ലാ എല്ലാ സെക്ടറും അതുകൊണ്ട് ഇപ്പം മനു പറഞ്ഞപ്പോഴാണ് നമ്മളെപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തൊക്കെ ടെക്നോളജീസ് ഉണ്ട്. കാരണം അഗ്രികൾച്ചർ ഒരിക്കലും പഴയ പോലെ ഒരു കൃഷി എന്ന് മാത്രമല്ല, ഒരുപാടുണ്ട് അതിന്റെ സ്കോപ്പ്. അത് വൈഡൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആക്ച്വലി എക്സ്റ്റൻഷൻ ആണ്. അത് വൈഡൻ ചെയ്ത് അതിന്റെ സ്കോപ്പ് ഇമ്പോർട്ടൻസ് കൂട്ടിക്കൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മ മറ്റേ ഡ്രോൺ ഒക്കെ വെച്ചിട്ട് അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ കൊണ്ടുപോകുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഈ അപ്ലൈഡ് ഫോമിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ലാബ് ടു ലാൻഡ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് നമ്മൾ ടെക്നിക്കൽ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ഫീൽഡിൽ കൊണ്ടെത്തിക്കുന്നത് ആക്ച്വലി എക്സ്റ്റൻഷന്റെ കരങ്ങളിലൂടെയാണ്. അതാണ് ആക്ച്വലി എക്സ്റ്റൻഷൻ വർക്കർ ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾ ചിലപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ വെറ്റിനറിയിലും ഉണ്ട് കേട്ടോ, എല്ലാ മേഖലയിലും ഉണ്ട് ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അത്രയും പരിചിതമാവണമെന്നില്ല. നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഞങ്ങളും ഈ ഫീൽഡിൽ എത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് IAS കേൾക്കുന്നത്. യെസ്. അടുത്ത പിന്നെ ഒരു ഡൗട്ട് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളതാണ്, ആക്ച്വലി ഈ IAS കാർക്ക് കിട്ടുന്ന അതേ പ്രിവിലേജ് കാര്യങ്ങളായിരിക്കും ഒരു ARS സയന്റിസ്റ്റിനും കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതിനകത്ത്? അഗ്രികൾച്ചറിൽ നമ്മൾ ശരിക്കും നോക്കുമ്പോഴത്തേക്ക് അഗ്രികൾച്ചറിന്റെ IAS കാരെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് വരുന്നത്. കാരണം ഒരു സയന്റിസ്റ്റ് ആയിട്ട് പിന്നെ സീനിയർ സയന്റിസ്റ്റ്, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഡയറക്ടേഴ്സ് വരെ ആവുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം പയ്യെ പോളിസി മേക്കിംഗിലേക്ക് പോകും. അപ്പം അതേപോലെ തന്നെയാണ് അതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സും. നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ARS സയന്റിസ്റ്റുകൾ ഉണ്ടാവുമോ? മിനിസ്ട്രിയിൽ എന്ന് പറയാൻ ലൈക്ക് ചിലപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവര് പോളിസി മേക്കിംഗിലുണ്ടാവും. എക്കണോമിക്സിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതിന് ഇപ്പൊ നിതി ആയോഗിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഗ്രികൾച്ചർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു തിങ്ക് ടാങ്ക് എന്നുള്ള രീതിയിലാണ് അഗ്രികൾച്ചറിൽ. അപ്പൊ അത് മോർ ഓഫ് ലെസ് പോളിസി. അപ്പൊ അതില് എക്സ്റ്റൻഷൻ സയന്റിസ്റ്റിനും റോൾ ഉണ്ട് കേട്ടോ. അല്ല, എനിക്ക് വേറൊരു കാര്യം ഇവിടെ നമ്മൾ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഈ അഗ്രികൾച്ചർ എടുത്താൽ ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ഒന്നെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ ആകാം എന്നുള്ളത്. പക്ഷെ അതല്ല, അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി പോസ്റ്റ് മാത്രമാണ്. അതും BSc അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരൊറ്റ ഡിഗ്രിയിൽ നിന്നുള്ള ഒരു പോസ്റ്റിംഗ് ആണ്. പക്ഷേ BSc അഗ്രികൾച്ചർ കഴിഞ്ഞ് MSc എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് പിന്നെ വരും. PhD എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ഓഫേഴ്സ് വരും. സോ അതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റഡി മുന്നോട്ട് പോകട്ടെ, അതിന്റെ ഇടയിൽ കൂടി ജോബ് സെർച്ചിങ്, ഇതിന്റെ ഇടയിൽ ഇതെല്ലാം കൂടി ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്തോളും. അതാണ് അങ്ങനെ നടക്കുന്നത്. പിന്നെ ഇൻ സർവീസ് ആയിട്ട് ചെയ്യാം അല്ലേ? ഒരുപാട് ആൾക്കാർ ARS എടുത്തതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന VG അല്ലെ, VG ഇൻ സർവീസ് ആയിട്ടല്ലേ ചെയ്തത്? അശ്വതി മാത്രല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഒരു ധന്യ VG എന്ന് പറയുന്ന കുട്ടിയോട് പഠിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയും ARS സീഡ് സയൻസിൽ ചെയ്തിട്ട് ARS സയന്റിസ്റ്റ് ആയിട്ട് കയറിയതിനു ശേഷം പിന്നെ PhD ഇപ്പൊ ചെയ്തോണ്ടാണ് കിട്ടിയത്. അല്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിപ്പോ ക്ലിയർ ചെയ്യാണ്. നിങ്ങൾക്ക് സർവീസ് കയറിയതിനു ശേഷവും സ്റ്റഡീസിന് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഇൻ സർവീസ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ചിലർ വിചാരിക്കും എല്ലാ സ്റ്റഡീസും തീർത്തിട്ട് വേണം ജോബിന് കയറാൻ. അങ്ങനെ വിചാരിച്ചൊരു മണ്ഡലം നിങ്ങൾക്ക് കാണിച്ചു തരണം. ഇതായിപ്പോട്ട് ഞാൻ അങ്ങനെ പണ്ട് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്നെ പോലെയുള്ള വിചാരിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ആദ്യമേ ക്ലിയർ ചെയ്യണം. അങ്ങനെയല്ല, സർവീസ് കയറിയതിനു ശേഷവും നമുക്ക് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. സോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ARS സയന്റിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ARS സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ലെക്ചർഷിപ്പ് അഥവാ പ്രൊഫസറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആക്ച്വലി ഇത് എങ്ങനെയാണ് ഒരു ARS സയന്റിസ്റ്റിന് പ്രൊഫസർ പ്ലസ് സയന്റിസ്റ്റ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇല്ല, ലൈക്ക് ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ് അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അവിടെ PhD ഒരു മാൻഡേറ്ററി ആണ്, പിന്നെ നെറ്റ് വേണം, പിന്നെ നമുക്ക് പേപ്പേഴ്സ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു ARS എഴുതി കഴിഞ്ഞിട്ട് നമുക്കിപ്പം നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന IARA ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ റിസർച്ച് പ്ലസ് ടീച്ചിങ് ഒരു മാൻഡേറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങും കൂടെ കൊണ്ടുപോകാം. ബട്ട് ബേസിക്കലി ഡെസിഗ്നേഷൻ സയന്റിസ്റ്റ് എന്നായിരിക്കും. ഫസ്റ്റ് പോസ്റ്റിംഗ് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് സെൻട്രൽ അഗ്രോ ഫോറസ്ട്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഝാൻസിയിലായിരുന്നു, UP.
പിന്നെ ഞാൻ ാണ് ഫസ്റ്റ് തുടക്കം. അതെ അതെ, പക്ഷെ എന്നെ അറിയുന്നവരും പറയില്ല ഞാൻ ട്രാൻസ്ഫർ. പിന്നെ ഞാൻ യു പിയിലേക്ക് യു പിന്ന് ഞാൻ ട്രാൻസ്ഫർ വാങ്ങി വരികയായിരുന്നു. ഇപ്പൊ ഞാൻ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് പുത്തൂര്, അതായത് മംഗലാപുരത്തിനടുത്താണ്. കർണാടകയിലാണ്, തൊട്ടടുത്ത്, കേരളത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഉടനെ കേരളത്തിനകത്ത് കാല് വെക്കും. താല്പര്യമുണ്ട്, പക്ഷെ അറിയില്ല. സോ മക്കളെ, ഇങ്ങനെയാണ് ആക്ച്വലി ഒരു അഗ്രികൾച്ചറിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അത് അച്ചീവ് ചെയ്ത ഒരാൾ തന്നെ നിങ്ങളോട് പറയുന്നതല്ലേ. അതുകൊണ്ടാണ് അശ്വതി ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പോ താങ്ക്സ് അലോട്ട്. ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് താങ്ക് യു. ഇത് മറ്റേ ഫോർമൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ ആയതാണ്. ഓക്കെ, സോ കിഡിലൻ ഡാൻസർ ആണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പാട്ടുകാരിയായിരുന്നു, ഞാൻ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ട് വിടുള്ളായിരുന്നു. യെസ്, അപ്പൊ എനിവേ ഹസ്ബൻഡ് വെയിറ്റിംഗ് ആണ്. ആരെന്നറിയാമോ? നമ്മുടെ കൂടെ പഠിച്ച സൂരജ് തന്നെയാണ്. മികച്ച ഫാം ഓഫീസർ അവാർഡൊക്കെ ഈ വർഷം സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. നമ്മുടെ സ്വന്തം ക്ലാസ്മേറ്റ് ആണ്. അവിടുത്തെ കിഡിലോസ്കി ആയിരുന്നു ബാച്ചില്. സോ അപ്പൊ പുള്ളിക്കാരൻ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോ മിക്കവാറും പഴയ സ്വഭാവം എടുക്കും, വരുന്നില്ലേ? അതുകൊണ്ട് ഇനി കൂടുതൽ സമയം നമ്മൾ കളയുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ.